ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു ചെറിയ വ്ളോഗായിട്ടാണ് കേട്ടോ. അപ്പോൾ സമയം ഒരു 11:30 ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു ചെറിയൊരു പ്രോഗ്രാമുള്ള ദിവസമാണ്. അപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മക്കളൊക്കെ എണീറ്റ് ചായയൊക്കെ കുടിച്ച് മോന് ചെറുത് വീണ്ടും കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവനെ എണീക്കുമ്പോഴത്തേനും ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കൊട്ടി വിരിക്കാമെന്നൊക്കെ വിചാരിച്ച് ബെഡ്ഷീറ്റിൽ മക്കൾ ഇന്നലെ ടോയ്സ് ആയിട്ട് കളിച്ചിട്ട് അതിൻ്റെ ഇതൊക്കെ കെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ. ഇവിടെ എൻ്റെ മോൻ്റെ സ്കൂളിൽ ഡാൻസ് പ്രോഗ്രാമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ഇന്നെല്ലതും പെട്ടെന്ന് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഒരു 2 മണിയാകുമ്പോഴാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഒരു 1:45 ഞങ്ങൾ ഓട്ടോ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഓട്ടോ വരുമ്പോഴത്തേനും എല്ലാതും ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ മോൻ ഇവിടെ തൊട്ടിയിൽ കിടന്നിട്ട് ഉറങ്ങുകയാണ്. അപ്പോൾ അവനക്ക് വേണ്ടിയിട്ടുള്ള ഫോർമുല മിൽക്ക് അവൻ കുടിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് ഫ്ലാസ്കിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് ഉച്ചക്ക് ഭക്ഷണമൊക്കെ നേരത്തെ അയക്കണ്. ചോറും അതുപോലെ ഇന്ന് വറ്റയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വറ്റ കറി വെച്ചിട്ടുണ്ട്. പിന്നെ വറ്റ ഫ്രൈ ചെയ്ത് അതുപോലെ പപ്പടം പൊരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലതും പെട്ടെന്ന് തന്നെ കഴിഞ്ഞേക്കണം കേട്ടോ. അത് വറ്റ ഫ്രൈ ആണ് കേട്ടോ അതിപ്പോൾ കാണിക്കുന്നത്. അതുപോലെ നിങ്ങൾ എന്ത് വെള്ളം കുടിക്കുക? ഞങ്ങൾ കുടിക്കണ വെള്ളം മറ്റേ ദാഹ്ശമിനിട്ട് തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ ആയിട്ടുണ്ട്. അതുപോലെ മോൻ്റെ വെള്ളം തിളപ്പിച്ചത് നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഫ്ലാസ്കിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഫ്ലാസ്കിലേക്ക് ഒഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ റെഡി ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ റൂമിലേക്ക് പോവുകയാണ് ചെയ്തത്. പിന്നെ ഇതാ മോൻ്റെ ഡ്രസ്സും മോളുടെ ഡ്രസ്സും എൻ്റെ ഡ്രസ്സും മോൻ്റെ ഡ്രസ്സും അങ്ങനെ എല്ലാം കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒക്കെ ഒന്ന് അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ട് ഇതൊക്കെയാണ് കേട്ടോ മക്കൾ ഇടുന്നതും ഞാൻ ഇടുന്നതൊക്കെ ഡ്രസ്സ്. അപ്പോൾ അവനക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ഒക്കെ ഒന്ന് ബാഗിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ട് അവൻ്റെ ഫീഡിങ് ബോട്ടിലാണ് കേട്ടോ ആദ്യം എടുത്ത് വെക്കുന്നത്. പിന്നെ കുറച്ച് സ്നാക്സ് എന്തെങ്കിലും അവിടെ ചെന്നാൽ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ, ചിലപ്പോൾ കരഞ്ഞാലോ വെച്ചിട്ട് സ്നാക്സ് ഇങ്ങനെ ബോക്സിലാക്കിയിട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ വെച്ചിട്ട് അതുപോലെ അവൻ്റെ ഫോർമുല മിൽക്കിൻ്റെ ബോട്ടിലുണ്ട്, അതും വെക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പോയാൽ കരയുകയാണെങ്കിൽ നമുക്ക് കലക്കി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇതാ പെട്ടെന്ന് ഓട്ടോ വന്ന് ഞങ്ങളതിൽ കയറിയിട്ട് പോയിക്കൊണ്ടിരിക്കുക. അവിടെ അടുത്ത് തന്നെയാണ് സീഡ് എന്ന് പറയുന്ന സ്കൂളിലാണ് അവൻ പഠിക്കുന്നത് കേട്ടോ. ഇതാണ് ബാബിയുടെ ചെറിയ മോനാണ് കേട്ടോ. ഇതെൻ്റെ മോനും മോളുമാണ്. ആ സ്കൂളിൽ ഞങ്ങൾ എത്തി കേട്ടോ. പെട്ടെന്ന് എത്തി. 2nd ഫ്ലോറിലായിരുന്നു പരിപാടി നടന്നിരുന്നത്. ഡാൻസ് പ്രോഗ്രാമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ ഞങ്ങൾ എത്തുമ്പോഴത്തേനും പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനിടയ്ക്ക് ഇതാ മോന് വാശി പിടിക്കണ്ടായിരുന്നു കേട്ടോ. അവൻ ചെയറിലൊന്നും ഇരിക്കണില്ല, അവനക്ക് ഇറങ്ങി നടക്കണം, മുട്ടുത്തണം, അങ്ങനെ എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അവിടേക്ക് ഇറങ്ങി നടക്കാൻ വേണ്ടിയിട്ട് അവൻ ഇങ്ങനെ നോക്കുന്നുണ്ട്, എല്ലായിടത്തേക്കും നോക്കുന്നുണ്ട്. കുറേ നേരം കരയുകയൊക്കെ ചെയ്ത് ഞാൻ എൻ്റെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇത് അതിനിടയ്ക്ക് കുറച്ച് വെള്ളമൊക്കെ കലക്കിയിട്ട് അവർ കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ.
അങ്ങനെ ഇപ്പോൾ ഇതാ ബാബി മോനങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. മക്കളൊക്കെ ഭയങ്കര വാശി തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ എൻ്റെ ഫോണിലേക്ക് ഇങ്ങനെ നോക്കുമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പ്രൈസ് കൊടുക്കുന്ന സമയമാണിപ്പോൾ. കുറേ കുട്ടികൾക്ക് ഫസ്റ്റ് പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. കോമ്പറ്റീഷനിൽ ഫസ്റ്റ് കിട്ടിയ കുട്ടികൾക്കും പ്രൈസ് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ക്ലാസ് റൂമൊക്കെയാണ് കേട്ടോ. അത് ലിയാൻ്റെ ക്ലാസ് റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പ്രോഗ്രസ് കാർഡ് ഒപ്പിടലും കൂടിയാണ് കേട്ടോ. അപ്പോൾ അത് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ലിയാൻ്റെ ക്ലാസ് റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ കുട്ടികളൊക്കെ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തിട്ട് അവിടെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ലിയാൻ ഹെലനെ കണ്ടപ്പോൾ ഇവിടെ വന്നിട്ട് അവളായിട്ട് കുറേ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുട്ടികൾ തല്ലുകൂടലും കാര്യങ്ങളൊക്കെ ആയിട്ട് ക്ലാസ്സിൽ ഭയങ്കര ബഹളമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പ്രോഗ്രസ് കാർഡ് സൈൻ ചെയ്യലൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് പോവുകയാണ്. മക്കൾ ഭയങ്കര കരച്ചിലായതുകൊണ്ട് തന്നെ ടീച്ചറായിട്ട് കൂടുതലൊന്നും സംസാരിക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്ന്. അവർ തീരെ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ സ്കൂളിൽ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ ഓട്ടോ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് ലിയാനോട് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഹെലയും ലിയാനും കൂടിയിട്ട് നന്നായി പോസ് ചെയ്ത് തന്നിരുന്നു കേട്ടോ. അവരുടെ ക്ലിപ്പിങ്സൊക്കെ അങ്ങനെ എടുത്ത്. അപ്പോൾ ഇതാ ഞങ്ങൾ സ്കൂളിൽ നിന്ന് ഇറങ്ങി ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. കുറച്ചും കൂടി ഞങ്ങൾ അങ്ങോട്ട് റോട്ടിലേക്കായിട്ട് നടന്നിട്ടാ. അപ്പോൾ ഓട്ടോ വന്നിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും അതിൽ കയറി. മക്കൾക്ക് നല്ല ഉറക്കം വന്നിരുന്നു കേട്ടോ. മോനതിൽ കയറിയപ്പോൾ തന്നെ അവൻ ഉറങ്ങിയിട്ടാ. അധികം ദൂരമൊന്നുമില്ല, ഏകദേശം ഒരു 15 മിനിറ്റുള്ളൂ കേട്ടോ സ്കൂളിലേക്ക്. അങ്ങനെ നമ്മൾ വീട്ടിൽ എത്തിയിട്ടുണ്ട്. ഇത്രയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.